ഇനി വെറും 2 മാസം കൂടി മാത്രം. വരാൻ പോകുന്ന നവംബർ 13 വെള്ളിയാഴ്ച ഈ ലോകം അവസാനിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന ഒരു വാർത്തയാണ്. ഇതിനെ ശരിവെക്കുന്ന തരത്തിൽ ശാസ്ത്രജ്ഞരുടെ ചില പഠന റിപ്പോർട്ടുകളും വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഭൂമിയിൽ സർവനാശം സംഭവിക്കുമെന്ന ഈ ഡൂംസ്ഡേ പ്രവചനം കേട്ട് പലരും ഭീതിയിലുമാണ്. എന്നാൽ എന്താണ് ഈ പ്രചാരണത്തിന് പിന്നിലെ സത്യാവസ്ഥ? ശരിക്കും ഈ വരുന്ന നവംബർ 13 ലോകം അവസാനിക്കുമോ? ഭയപ്പെടും മുൻപ് നിങ്ങൾ അറിയേണ്ട യഥാർത്ഥ വസ്തുതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഈ ലോകാവസാന തിയറി ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. 1960-ൽ ഓസ്ട്രിയൻ ഭൗതിക ശാസ്ത്രജ്ഞനായ ഹെയ്ൻസ് ഫോസ്റ്ററും സംഘവും സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പ്രബന്ധമാണ് ഈ ഭീതിക്ക് ആധാരം. കഴിഞ്ഞ 2000 വർഷത്തെ ജനസംഖ്യാ കണക്കുകൾ പരിശോധിച്ച് മനുഷ്യരുടെ വളർച്ച അതിവേഗത്തിലാണെന്നും ജനസംഖ്യ ഇരട്ടിയാകാൻ എടുക്കുന്ന സമയം കുറഞ്ഞു വരികയാണെന്നും അവർ വാദിച്ചു. ഇങ്ങനെ പോയാൽ 2026 നവംബർ 13 ജനസംഖ്യാ വളർച്ച അതിന്റെ പാരമ്യത്തിൽ എത്തുമെന്നും അന്ന് ഭൂമിയിൽ മനുഷ്യർ തിങ്ങി നിറഞ്ഞ വിഭവങ്ങളില്ലാതെ കൊടിയ പട്ടിണിയിലൂടെ ലോകം അവസാനിക്കുമെന്നുമാണ് അവർ പ്രവചിച്ചത്. അതായത് ഭൂമി പൊട്ടിത്തെറിക്കുമെന്നല്ല, മറിച്ച് ജനസംഖ്യ താങ്ങാനാവാതെ മനുഷ്യരാശി തകരുമെന്നായിരുന്നു ആ പ്രവചനം. കേൾക്കുമ്പോൾ പേടി തോന്നാമെങ്കിലും ഈ പ്രവചനം പൂർണ്ണമായും തെറ്റാണെന്നാണ് ഇന്നത്തെ ശാസ്ത്രലോകം അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നത്. 1960-കളിൽ ഫോസ്റ്റർ ഈ പഠനം നടത്തുമ്പോൾ ലോക ജനസംഖ്യ 300 കോടിയായിരുന്നു. അന്ന് ജനന നിരക്ക് വളരെ കൂടുതലുമായിരുന്നു. എന്നാൽ പിന്നീട് സംഭവിച്ചത് ഫോസ്റ്ററുടെ ഗണിത മാതൃകയ്ക്ക് തികച്ചും വിപരീതമായ കാര്യങ്ങളാണ്. 1963-ൽ ആഗോള ജനസംഖ്യാ വളർച്ചാ നിരക്ക് 2.2% എത്തിയെങ്കിലും അതിനുശേഷം അത് കുത്തനെ താഴേക്ക് പോയി. ഇന്ന് ലോക ജനസംഖ്യ 800 കോടി കടന്നിട്ടുണ്ടെങ്കിലും ഈ വർഷത്തെ ആഗോള ജനസംഖ്യാ വളർച്ചാ നിരക്ക് വെറും 0.84% മാത്രമാണ്. അതായത് ആ 1960-ലെ പാശ്ചാത്യ ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടലുകൾ പൂർണ്ണമായും പിഴച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ആ പ്രവചനം തെറ്റിയത്? വിദ്യാഭ്യാസ പുരോഗതി, മെച്ചപ്പെട്ട നഗരവൽക്കരണം, സ്ത്രീ ശാക്തീകരണം, കുടുംബാസൂത്രണ മാർഗങ്ങളുടെ ഉപയോഗം എന്നിവയിലൂടെ മനുഷ്യരാശി വലിയൊരു കുതിച്ചുചാട്ടമാണ് നടത്തിയത്. ജീവിത ചെലവ് വർദ്ധിച്ചതോടെ ലോകമെമ്പാടും ജനന നിരക്ക് ഗണ്യമായി കുറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ മനുഷ്യർ തിങ്ങി നിറഞ്ഞ് ലോകം അവസാനിക്കുമെന്ന ആശങ്കയ്ക്ക് ഇന്ന് യാതൊരു അടിസ്ഥാനവുമില്ല. ചുരുക്കത്തിൽ ഈ വരുന്ന നവംബർ 13 യാതൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. അതൊരു സാധാരണ ദിവസം മാത്രമായിരിക്കും. വാട്സാപ്പിലൂടെയും മറ്റും വരുന്ന ഇത്തരം വ്യാജ പ്രചാരണങ്ങളിലും അന്ധവിശ്വാസങ്ങളിലുമൊക്കെ കണ്ണുമടച്ച് അത് വിശ്വസിക്കാതിരിക്കുക, അത് വീഴാതിരിക്കുക. ന്യൂസ് ഡെസ്ക്